ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വെറുതെ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നമുക്കിന്ന് നമ്മുടെ കിച്ചൺ അലങ്കരിച്ചാലോ? നമ്മുടെ കിച്ചണിലെ ജനലൊക്കെ നമുക്ക് നല്ല ഭംഗിക്ക് സൂക്ഷിക്കാനുള്ള, എത്ര പഴയ ജനലായാലും എത്ര കുഞ്ഞ് അടുക്കളയായാലും നമുക്ക് നല്ല വൃത്തിയോടെ സൂക്ഷിക്കുമ്പോൾ അതൊരു കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റൊക്കെ വരുമ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു എനർജി കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചൺ ജനൽ നല്ലതുപോലെ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതും നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഞാൻ പെയിൻ്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിലൊരു ഡെക്കറേഷൻ കൊടുക്കണം. ചെറിയ പൂക്കൾ കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡോട്ട് നമുക്ക് ഒരു ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് കൊടുക്കാം. വരയ്ക്കാൻ കൂടുതൽ അറിയാവുള്ളവർക്ക് നമുക്ക് കൂടുതൽ ഡെക്കറേഷൻ കൊടുക്കാം. എനിക്കധികം വരയ്ക്കാനൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അങ്ങനെ ചെയ്തുകൊണ്ട് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യം വന്നു. പിന്നെ പെട്ടെന്ന് ഇതുപോലെ ഓരോ കുത്തായിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് ഞാൻ കുപ്പികളെല്ലാം ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ സമയം കളയാതെ ഇതുപോലത്തെ ബോട്ടിലൊക്കെ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വീട്ടിനകത്തൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ബോട്ടിൽ, ഒരു 5 ബോട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതുപോലെ നേരത്തെ ഒരു എൻ്റെ കുഞ്ഞ് അടുക്കളയിൽ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച വീഡിയോസ് കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഞാൻ കിണറ്റിൻ്റെ കയറിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു അടുക്കള നല്ലതുപോലെ അഴുക്കായിരിപ്പുണ്ട്. ആ ജനലൊക്കെ നല്ല പൊടി പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നനഞ്ഞ് തോർത്തോ അല്ലെങ്കിൽ നമുക്ക് നല്ല എന്തെങ്കിലും തുണിയൊക്കെ കൊണ്ട് തന്നെ നല്ലതുപോലെ തുടച്ചെടുക്കാം. അത് മാത്രമല്ല ആ ജനലിലൊക്കെ നമുക്കൊന്ന് ഗ്ലാസ് തുടയ്ക്കുന്ന ആ ഒരു സ്പ്രേ ഒക്കെ കൊണ്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ എന്നും നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് പൊടിയൊക്കെ അടിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത ശേഷം മാത്രം നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാനവിടെ എല്ലായിടം ഒന്ന് തുടച്ച് നല്ലതുപോലെ ക്ലീനാക്കി ആക്കിയിട്ടുണ്ട്. അധികം ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാം തുടച്ച് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജനലിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആ ഒരു കുപ്പികളിലൊക്കെ ചെടികൾ വയ്ക്കണം. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ചെടികളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനവിടെ ഇവിടെ 5 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കളറൊക്കെ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനേക്ക് നിറയ്ക്കാൻ മണ്ണാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ വെള്ളത്തിലല്ല വയ്ക്കുന്നത്, മണ്ണിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ മണ്ണിൽ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല, ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പം ഞാനവിടെ കുപ്പികളിലൊക്കെ നിറയ്ക്കാൻ വേണ്ടി ചകിരിച്ചോറും അതുപോലെ നമ്മുടെ ഈ ചെമ്മണ്ണ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. കാരണം നമ്മൾ ചെടികളൊക്കെ വെക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മണ്ണ് കിട്ടും. ചകിരിച്ചോറും പിന്നെ ചെമ്മണ്ണും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള മണ്ണൊന്നും എടുക്കാതെ ഇതുപോലത്തെ മണ്ണാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതിരിക്കും കേട്ടോ. അപ്പോൾ ഞാനവിടെ എല്ലാം ഒന്ന് നിറച്ച് കൊടുക്കുകയാണ് ആ ഒരു ബോട്ടിലേക്ക്. അപ്പോൾ ആ ഒരു നമ്മൾ ഹോളിട്ടിരിക്കുന്നതിന് താഴെയാണ് നമുക്ക് ആ മണ്ണ് നിറച്ച് കൊടുക്കുക. അതിൽ മുകളിലേക്ക് ആവാൻ പാടില്ല. അപ്പോൾ നമ്മളിതിൽ വെള്ളം നിറയെ ഒന്നും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. നമ്മൾ അടിയിൽ ഹോളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനവിടെ മണ്ണൊക്കെ നിറച്ച് ഇതുപോലെ ഒന്ന് എടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ചെടികൾ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലുള്ള ചെടികൾ തന്നെ കട്ട് ചെയ്തൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അകത്തൊക്കെ വെക്കുന്ന ചെടികൾ ഏതൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കത് വെയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് ആ ഒരു ജനലൊക്കെ ഒന്ന് തുറന്ന് ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെയിൽ നല്ലതുപോലെ ആ ചെടികൾക്ക് കിട്ടും. അപ്പം ഞാനവിടെ ചെടികൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മൾ രാവിലെ എത്ര സങ്കടത്തോടെ നമ്മൾ അടുക്കളയിലേക്ക് കയറി വന്നാലും നമ്മൾ ഈ ഒരു പച്ചപ്പ് നമ്മൾ ആ ചെടികളുടെ ഭംഗിയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ കുറേ സങ്കടങ്ങൾ മാറി കിട്ടും. നമുക്ക് സങ്കടങ്ങളില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമുക്ക് എന്തൊക്കെ ഇതുണ്ടെങ്കിലും സങ്കടങ്ങളില്ലാത്ത ആരും കാണില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ അടുക്കളയിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ നമ്മൾ വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, കുപ്പികളൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ വെറുതെ ആക്രിക്കും അതിനൊന്നും കൊടുക്കാതെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിക്ക് വീടൊക്കെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാ ബോട്ടിലിലും ഞാൻ ഇതുപോലെ ഒന്ന് ചെടികളൊക്കെ നിറച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ചെടികളാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു കുഞ്ഞടുക്കളയിൽ കാണിച്ചതൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ വീട്ടിൽ നിന്നതിനെയൊക്കെ വെട്ടിപ്പറക്കി എടുത്തതാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വിലയൊക്കെ കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഏത് ചെടികളുണ്ട് നമുക്കിപ്പോൾ അകത്തൊക്കെ വെച്ച് സൂര്യപ്രകാശം ഇടയ്ക്ക് നമ്മൾ ഈ ജനലൊക്കെ തുറന്നിടുമ്പോൾ സൂര്യപ്രകാശം നല്ലതുപോലെ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ചെടികളും ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നല്ല നല്ല ഭംഗിയുള്ള ചെടികൾ തന്നെയാണ്. അപ്പോഴും ഞാനിത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ 5 ബോട്ടിലും ചെടികൾ നിറച്ചിട്ടുണ്ട്. ഓരോ ഐറ്റം ചെടികളായിട്ട് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ജനലിൽ സെറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പം ഞാൻ ഇതിന് മുമ്പേ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഇതുപോലെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ അടപ്പൊന്ന് മാറ്റി ആ ഒരു ഹോളിലേക്ക് നമ്മൾ ഈ ഒരു കമ്പിയിൽ വച്ച ശേഷം ആ ഒരു ഹോളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കണം. നമ്മൾ അതുപോലെ ആ ഹോളിൽ കയറ്റിയ ശേഷം നമ്മൾ അകത്തുനിന്ന് ആ ഒരു അടപ്പ് അടച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അത് ഇളകി വീഴാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ ബാക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ വലിയ വിലകളൊക്കെ കൊടുത്ത് വലിയ ചെടികളൊന്നും വാങ്ങിച്ച് നമ്മൾ അടുക്കളയിൽ വയ്ക്കാൻ ഇപ്പം പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വീട് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ ഇപ്പോൾ കുറച്ച് ചെടികളെ കിട്ടിയുള്ളൂ. എനിക്ക് ഈ ജനൽ മൊത്തം ചെടികൾ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അത് ഇത്രയൊന്ന് സെറ്റ് ചെയ്തെടുത്തു. നിങ്ങൾ നേരത്തെ കണ്ട പോലെ അല്ല കേട്ടോ, ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിനി പൊടിച്ചൊക്കെ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോയും ഞാൻ കാണും കേട്ടോ. കാരണം എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാനും അങ്ങനെ പറ്റാത്തതും. പിന്നെ നേരത്തെ എടുത്ത വീഡിയോസൊക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.